ഗർഭകാലങ്ങളിൽ മിക്ക ഗർഭിണികളിലും ഉണ്ടാവുന്ന ഒന്നാണ് യോനിവേദന. ഇത് പല സ്ത്രീകളിലും സാധാരണയായി അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഗർഭകാലത്തുണ്ടാവുന്ന യോനിവേദനയ്ക്കുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗർഭകാലത്ത് യോനിയിൽ വേദന ഉണ്ടാവുന്നത് പല സ്ത്രീകളിലും സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ്. ഇത് സാധാരണയായി കുഞ്ഞിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഫലമായിട്ടുണ്ടാവുന്നതാണ്. എന്നിരുന്നാലും മറ്റ് ലക്ഷണങ്ങളോടൊപ്പം പ്രത്യക്ഷപ്പെടുന്ന യോനിയിലെ വേദനയും UTI, STI അല്ലെങ്കിൽ വെജൈനിസ്മസ് പോലുള്ള ഗുരുതരമായ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളുമാകാം. ഗർഭാശയത്തിൽ കുഞ്ഞു വളരുമ്പോൾ കുഞ്ഞിന്റെ വലിപ്പം വർദ്ധിക്കുന്നത് അടുത്തുള്ള യോനിയിലെ കലകളിൽ സമ്മർദ്ദം ചെലുത്തും. ഇത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും യോനിയിലെ മലബന്ധം, അസ്വസ്ഥത അല്ലെങ്കിൽ വേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. യോനി വേദനയ്ക്ക് പുറമെ കഠിനമായ ഗർഭാശയ വേദന, രക്തസ്രാവം, യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ്, ചൊറിച്ചിൽ, മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിലയിരുത്തുന്നതിനായി ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. യോനിവേദനയുടെ അടിസ്ഥാന കാരണത്തെ ആശ്രയിച്ചായിരിക്കും ചികിത്സ നടത്തുന്നത്. ഗർഭകാലത്ത് യോനിയിൽ വേദനയോ മലബന്ധമോ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഗർഭാശയത്തിനുള്ളിൽ കുഞ്ഞു വളരുകയും ഭാരം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഗർഭാശയത്തെയും യോനിയെയും പിന്തുണയ്ക്കുന്ന പേശികളായ പെൽവിക് ഫ്ലോർ പേശികളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഇത് യോനിയിൽ കടുത്ത അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കുന്നു. ഇത് ഗർഭത്തിന്റെ ട്രൈമസ്റ്ററിൽ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ്. കൂടാതെ വളരുന്ന കുഞ്ഞിന്റെ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന സമ്മർദ്ദം കാരണം പെൽവിക് ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയാം. ഇത് യോനി വീർക്കാനും കൂടുതൽ വേദനാജനകമാകാനും കാരണമാകും. ഇതിൽ നിന്ന് എങ്ങനെ ആശ്വാസം ലഭിക്കും എന്ന് നോക്കാം. ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കുക, പെൽവിക് ഭാഗത്ത് ഒരു കോൾഡ് കംപ്രസ് ഇടുക, വ്യായാമത്തിന് ശേഷം വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മർദ്ദം ഒഴിവാക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. ഗർഭാവസ്ഥയുടെ അവസാനത്തിൽ അസ്വസ്ഥത കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ, വേദന വളരെ തീവ്രമാവുകയും നടക്കാനോ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനോ നിങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് യോനിയിലെ വരൾച്ച. ഗർഭകാലത്ത് യോനിയിലെ വരൾച്ച വളരെ സാധാരണമാണ്. പ്രൊജസ്ട്രോണിന്റെ വർധനവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഗർഭിണിയായ അമ്മയുടെ സ്വാഭാവികമായ ഉത്കണ്ഠയും വരൾച്ചയ്ക്ക് കാരണമാകും. അതിന്റെ ഫലമായി ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് വേദനയും അനുഭവപ്പെടാം. ഇതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് നോക്കാം. വരൾച്ചയുടെ കാരണം തിരിച്ചറിയേണ്ടതും നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടതും പ്രധാനമാണ്. ലൂബ്രിക്കന്റിന്റെ ഉപയോഗം, ഭക്ഷണക്രമത്തിലോ അല്ലെങ്കിൽ വ്യായാമത്തിലോ ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്ന ദിനചര്യകൾ എന്നിവ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. ഗർഭകാലത്ത് തീവ്രമായ യോനി ലൈംഗിക ബന്ധത്തിന് ശേഷവും യോനിയിൽ വേദന ഉണ്ടാകാം. ഇത് ലൂബ്രിക്കേഷന്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഘർഷണം മൂലമോ യോനിയിൽ പ്രകോപനം, വീക്കം, വേദന എന്നിവയ്ക്ക് കാരണമാകും. ഇതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഒഴിവാക്കാൻ യോനിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മതിയായ ലൂബ്രിക്കേഷൻ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക ബന്ധത്തിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമാണ്. യോനിയിലെ പേശികൾ ചുരുങ്ങുകയും സ്വാഭാവികമായി വിശ്രമിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വജൈനിസ്മസ്. ഇത് യോനിയിൽ വേദനയും തുളച്ചു കയറാൻ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാം, പക്ഷെ ഗർഭകാലത്തിന് മുമ്പും ഇത് ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെയോ പെൽവിക് ഫ്ലോർ തെറാപ്പിസ്റ്റിനെയോ സമീപിക്കണം. ചിലപ്പോഴൊക്കെ ഗർഭിണികളായ അമ്മമാർക്ക് സോപ്പ്, കോണ്ടം, യോനി ക്രീമുകൾ അല്ലെങ്കിൽ ലൂബ്രിക്കന്റുകൾ എന്നിവയുടെ ഉപയോഗം ജനനേന്ദ്രിയ ഭാഗത്ത് ചുണങ്ങ് ഉണ്ടാക്കാം. ഇത് യോനിയിൽ വീക്കം, ചൊറിച്ചിൽ, ചുവപ്പ്, വേദന എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിന് പരിഹാരം എന്ന നിലയ്ക്ക് രോഗലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഉൽപ്പന്നം തിരിച്ചറിഞ്ഞ് അത് ഉടനടി നിർത്തേണ്ടതാണ്. ഗർഭകാലത്ത് മൂത്രാശയ അണുബാധ ഒരു സാധാരണ അവസ്ഥയാണ്. യോനി വേദന മൂത്രാശയ അണുബാധ അതായത് UTIയുടെ ഒരു പതിവ് ലക്ഷണമാണ്. കൂടാതെ ചൊറിച്ചിൽ, മൂത്രമൊഴിക്കുമ്പോൾ സംവേദനം, മൂടിക്കെട്ടിയ മൂത്രം എന്നിവയും ഉണ്ടാവാം. നിങ്ങൾക്ക് UTI ഉണ്ടെന്ന് സംശയിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കണം. ചികിത്സയിൽ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആന്റി ഫംഗൽ മരുന്നുകൾ ഉൾപ്പെട്ടേക്കാം. അതുപോലെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക, പഞ്ചസാര കുറഞ്ഞ ഭക്ഷണക്രമം ഉൾപ്പെടുത്തുക, സുഖപ്രദമായ വസ്ത്രങ്ങളും കോട്ടൺ പാൻറ്റീസും ധരിക്കുക. ലൈംഗികമായി പകരുന്ന അണുബാധകൾ അതായത് STIകൾ ഗർഭകാലത്ത് യോനിയിൽ വേദനയുണ്ടാക്കാം. ക്ലെമീഡിയ, ജനനേന്ദ്രിയ ഹെർപ്പസ് എന്നിവയിലാണ് ഇത് പ്രത്യേകിച്ച് കാണപ്പെടുന്നത്. ചൊറിച്ചിൽ ഇതിന്റെ പ്രധാന ലക്ഷണമാണ്. ഗർഭകാലത്ത് ബെർത്തോലിൻ ഗ്രന്ഥികളിലെ സിസ്റ്റുകൾ, ഗ്രന്ഥിയുടെ തടസ്സം എന്നിവ മൂലമുണ്ടാകുമ്പോഴും യോനിയിൽ വേദനയുണ്ടാകാം. ഇത് വീക്കത്തിനും യോനിയിൽ വേദനയ്ക്കും കാരണമാകും, പ്രത്യേകിച്ച് ഗ്രന്ഥികളിൽ വീക്കം ഉണ്ടാകുമ്പോൾ. യോനിയിൽ ഒരു മുഴ അനുഭവപ്പെടുകയോ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്താൽ വിലയിരുത്തുന്നതിനായി നിങ്ങളുടെ ഡോക്ടറെ ഉടൻ തന്നെ കാണേണ്ടതാണ്. സിസ്റ്റിൽ അണുബാധയുണ്ടെങ്കിൽ ചികിത്സയിൽ വേദന സംഹാരികളും ആന്റിബയോട്ടിക്കുകളും ഉൾപ്പെട്ടേക്കാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.